ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള മുന്നേറ്റങ്ങളിലെ അവസാന ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഭാഗം 1ഉം ഭാഗം 2ഉം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഇനി നമ്മൾ കേരളത്തിലെ മുന്നേറ്റങ്ങളിലെ അവസാന ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാനില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അതിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: കൊച്ചി രാജ്യപ്രഭാ മണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കാത്ത വ്യക്തി ആരാണ്? കൊച്ചി രാജ്യപ്രഭാ മണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കാത്ത വ്യക്തിയാണ് ചോദിച്ചിരിക്കുന്നത്. പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല, അല്ലെങ്കിൽ പ്രവർത്തിച്ച വ്യക്തിയല്ല ചോദ്യം. അപ്പൊ കൊച്ചി രാജ്യപ്രഭാ മണ്ഡലം എന്ന് പറഞ്ഞിട്ട് കോൺഫിഡൻസ് കൂടിയിട്ട് ചാടി ഉത്തരം എഴുതരുത്. പ്രവർത്തിക്കാത്ത വ്യക്തിയാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ പി കൃഷ്ണപിള്ള, ഓപ്ഷൻ ബി ഇക്കണ്ട വാര്യർ, ഓപ്ഷൻ സി കെ അയ്യപ്പൻ, ഓപ്ഷൻ ഡി പനമ്പള്ളി ഗോവിന്ദ മേനോൻ. അപ്പൊ കൊച്ചി രാജ്യപ്രഭാ മണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കാത്ത വ്യക്തി ആരാണ്? The right answer is option A, പി കൃഷ്ണപിള്ള. കൊച്ചി രാജ്യപ്രഭാ മണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കാത്ത വ്യക്തി ആരാണ്? പി കൃഷ്ണപിള്ള. ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കേട്ട് പഠിക്കുന്ന കുറേ പേരുണ്ട്, നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. കേട്ട് പഠിക്കൂ. കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലത് പക്കയായിട്ട് നിൽക്കും, എക്സാമിന് മറന്നു പോകില്ല. കൊച്ചി രാജ്യപ്രഭാ മണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കാത്ത വ്യക്തിയാണ് ആര്? പി കൃഷ്ണപിള്ള. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, പി കൃഷ്ണപിള്ള നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കാത്ത വ്യക്തിയാണെങ്കിൽ ബാക്കി 3 പേരും ഇക്കണ്ട വാര്യർ, കെ അയ്യപ്പൻ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ എന്നിവർ കൊച്ചി രാജ്യപ്രഭാ മണ്ഡലത്തിന്റെ പ്രധാന നേതാക്കളാണെന്ന് മനസ്സിലായി അല്ലെ? ഇനി എന്താണ് കൊച്ചി രാജ്യപ്രജാ മണ്ഡലം? കൊച്ചി രാജ്യപ്രജാ മണ്ഡലം എന്ന് പറയുന്നത് എന്താണ്? കൊച്ചിയിലെ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദ ഭരണത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് കൊച്ചി രാജ്യപ്രജാ മണ്ഡലം. അപ്പോൾ വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദ ഭരണത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് ഏത്? കൊച്ചി രാജ്യപ്രജാ മണ്ഡലം. അത് നിലവിൽ വന്നത് 1941 ജനുവരി 26 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കൊച്ചി രാജ്യപ്രജാ മണ്ഡലം നിലവിൽ വന്നത് 1941 ജനുവരി 26 അതിന്റെ ആദ്യ സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുടയാണ്. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ ആദ്യ സമ്മേളനം എവിടെയാണ് നടന്നത്? ഇരിങ്ങാലക്കുടയാണ് നടന്നത്. അതിന്റെ ആദ്യ സെക്രട്ടറി വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛനാണ്. പ്രധാന നേതാക്കൾ ആരൊക്കെ നമ്മൾ പറഞ്ഞു? ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, കെ അയ്യപ്പൻ എന്നിവരാണ് കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ പ്രധാന നേതാക്കൾ അല്ലെ? കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാൻ ആരാന്ന് ചോദിക്കാറുണ്ട്. AFW ഡിക്സൺ ആണ് കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാൻ. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം: താഴെ പറയുന്നവരിൽ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെടാത്ത വ്യക്തി ആരാണ്? നിങ്ങൾ ശ്രദ്ധിച്ചോ? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ? അതായത് എല്ലാം ഇല്ലാത്ത, നൺ ഓഫ് ദീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഉള്ള കാര്യങ്ങളല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യ ചോദ്യം അതെ, പ്രവർത്തിക്കാത്ത വ്യക്തി ആര്? ഇതിൽ തൂക്കിലേറ്റപ്പെടാത്ത വ്യക്തി ആര്? അപ്പൊ നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ തൂക്കിലേറ്റപ്പെട്ട വ്യക്തി ആരെന്നാണ് നമ്മൾ വായിക്കാം, എന്നിട്ട് നമ്മൾ ആൻസർ എഴുതും അല്ലെ? അപ്പൊ നമ്മുടെ ആൻസർ തെറ്റും. അപ്പോൾ താഴെ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കണം. PSC ആണ്, വളരെ ട്വിസ്റ്റിംഗ് ആയിട്ടാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. അപ്പൊ താഴെ പറയുന്നവരിൽ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെടാത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ അബൂബക്കർ, ഓപ്ഷൻ ബി സി കൃഷ്ണൻ നായർ, ഓപ്ഷൻ സി പി കുഞ്ഞമ്പു നായർ, ഓപ്ഷൻ ഡി മഠത്തിൽ അപ്പു. അപ്പൊ കയ്യൂർ സമരം 1941 കേട്ടോ നടന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെടാത്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സി കൃഷ്ണൻ നായർ. അപ്പൊ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെടാത്ത വ്യക്തിയാണ് ആര്? ഓപ്ഷൻ ബി, സി കൃഷ്ണൻ നായർ. അപ്പൊ തൂക്കിലേറ്റപ്പെട്ടവരാരൊക്കെയാണ്? അബൂബക്കർ, പി കുഞ്ഞമ്പു നായർ, മഠത്തിലപ്പു എന്നിവരാണ് തൂക്കിലേറ്റപ്പെട്ടത്. കയ്യൂർ സമരം നടന്നത് 1941 മാർച്ച് 28 കയ്യൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ് ജില്ലയിലാണ്. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് 4 പേരെയാണ് തൂക്കിലേറ്റിയത്. നമ്മൾ 3 പേരെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അബൂബക്കർ, പി കുഞ്ഞമ്പു നായർ, മഠത്തിലപ്പു, അതുപോലെ തന്നെ ചിരുകണ്ഠൻ. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് 4 പേരെയാണ് തൂക്കിലേറ്റിയത്. എന്നാൽ 5 പേരെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്തവരിൽ സി കൃഷ്ണൻ നായരും ഉണ്ട്. എന്നാൽ അദ്ദേഹത്തെ തൂക്കിലേറ്റിയില്ല. കാരണം എന്താണ്? അദ്ദേഹം പ്രായപൂർത്തി ആയിട്ടുണ്ടായിരുന്നില്ല.
പ്രായപൂർത്തിയാകാതെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കുകയായിരുന്നു സി കൃഷ്ണൻ നായരിനെ. അതുകൊണ്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെടാത്ത വ്യക്തി അത് സി കൃഷ്ണൻ നായരാണ്. ബാക്കി അബൂബക്കർ, പി കുഞ്ഞമ്പു നായർ, മടത്തിലപ്പു, ചിരുകണ്ഠൻ എന്നിവരെ തൂക്കിലേറ്റി. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നടന്ന കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ ഏത് ജില്ലയിലാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നടന്ന കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ ഏത് ജില്ലയിലാണ്? ഇന്നത്തെ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി കൊല്ലം, ഓപ്ഷൻ ഡി കോഴിക്കോട്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി കോഴിക്കോട്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നടന്ന കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. എന്തായിരുന്നു കേരളത്തിലെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം? കൊച്ചിയിലും മലബാറിലും ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് 1942 മലബാറിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോടനുബന്ധിച്ച് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. നമ്മൾ പറഞ്ഞത് കോഴിക്കോടാണ് നടന്നതെന്ന് പറഞ്ഞു അല്ലെ. കീഴരിയൂർ ബോംബ് സ്ഫോടനം നടന്നത് 1942 നവംബർ 17 അതുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തി ഡോക്ടർ കെ ബി മേനോനാണ് ചോദിച്ചിട്ടുണ്ട്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തി ആരാന്ന് ചോദിച്ചിട്ടുണ്ട്? ഡോക്ടർ കെ ബി മേനോനാണ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തികൾ ആരൊക്കെയാണ്? ഡോക്ടർ കെ ബി മേനോൻ, കുഞ്ഞിരാമ കിടാവ് എന്നിവരാണ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് 1942 നവംബർ 17 നടന്ന കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരാരൊക്കെയാണ്? ഡോക്ടർ കെ ബി മേനോൻ, കുഞ്ഞിരാമ കിടാവ്. ഈ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു പത്രം പുറത്തിറക്കുകയുണ്ടായി. ആ പത്രത്തിന്റെ പേരാണ് സ്വതന്ത്ര ഭാരതം. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് 27 പേരാണ് അറസ്റ്റിലായത്. അതിൽ കെ ബി മേനോൻ, അതായത് നമ്മൾ പറഞ്ഞു അതിൽ പ്രധാന വ്യക്തി എന്ന് പറയുന്നത് കെ ബി മേനോനാണ്. കെ ബി മേനോൻ നമ്മൾ ഈ ബോംബ് കേസിന്റെ, കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, ഡോക്ടർ കെ ബി മേനോൻ. അപ്പൊ ആകെ 27 പേര് അറസ്റ്റിലായി. അതിൽ കെ ബി മേനോൻ ഉൾപ്പെടെ ആജീവാനന്ദ തടങ്കലിലായവർ 13 പേരാണ്. 13 പേര് ആജീവാനന്ദ തടങ്കലിലായി. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ 1935 രൂപം കൊണ്ട സംഘടന ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. യോഗക്ഷേമ സഭ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, ഓപ്ഷൻ സി കർഷക സംഘം, ഓപ്ഷൻ ഡി സമത്വ സമാജം. ഓപ്ഷൻ കാണുമ്പോൾ തന്നെ എളുപ്പമാണ് എഴുതാൻ തോന്നുന്നു അല്ലെ. 1935 രൂപം കൊണ്ടത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ 1935 രൂപം കൊണ്ട സംഘടന ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി കർഷക സംഘം. കർഷക സംഘം രൂപീകരിക്കപ്പെട്ട സ്ഥലം കരിവെള്ളൂരാണ്. ഭഗത് സിംഗിന്റെ നൗജവാൻ ഭാരത് സഭയുടെ മാതൃകയിൽ ഒരു വിപ്ലവ സംഘടന വേണമെന്ന ആശയത്തോടെ എ വി കുഞ്ഞമ്പുവിന്റെ ശ്രമഫലമായി 1934 ഏപ്രിൽ 13 രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് അഭിനവ് ഭാരത് യുവക് സംഘം. കരിവെള്ളൂരിൽ കർഷക സംഘത്തിന്റെ രൂപീകരണത്തിന് പ്രധാന പങ്കുവച്ച സംഘടനയും ഏത് തന്നെയാണ്? അഭിനവ് ഭാരത് യുവക് സംഘമാണ്. അപ്പൊ എന്താണ് പറഞ്ഞത്? കർഷക സംഘത്തിന്റെ രൂപീകരണത്തിന് പ്രധാന പങ്കുവഹിച്ച സംഘടന ഏതാണ്? അഭിനവ് ഭാരത് യുവക് സംഘം. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. പാലിയം സത്യാഗ്രഹത്തിന്റെ വേദി നിലവിൽ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻസ് നോക്കാം. തൃശൂർ, കോട്ടയം, എറണാകുളം, കൊൽക്കത്ത. പാലിയം സത്യാഗ്രഹം 1947 നടന്ന പാലിയം സത്യാഗ്രഹത്തിന്റെ വേദി നിലവിൽ ഏത് ജില്ലയിലാണെന്നാണ് ചോദ്യം. ഏത് ജില്ലയിലാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി എറണാകുളം. പാലിയം സത്യാഗ്രഹത്തിന്റെ വേദി നിലവിൽ ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. എന്തായിരുന്നു പാലിയം സത്യാഗ്രഹം? പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചെന്നമംഗലം റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കും ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം. നടന്നത് 1947 കൊച്ചിയിലെ മുഖ്യമന്ത്രിയായിരുന്ന പാലിയത്തച്ഛന് ജനങ്ങൾ ഇത് സംബന്ധിച്ച് ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി. പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് സി കേശവനാണ്. പാലിയം സത്യാഗ്രഹം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതും അദ്ദേഹം തന്നെയാണ്. 1947 ഡിസംബർ 4 ഉദ്ഘാടനം ചെയ്തത്. നേതൃത്വം നൽകിയ പ്രധാന സംഘടനകൾ SNDP, പുലയ മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടികളായിരുന്നു പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന സംഘടനകൾ. പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് AG വേലായുധനാണ്. പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി ആരാണ്? AG വേലായുധനാണ്.
പാലിയം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച രാജവംശങ്ങൾ ഏതൊക്കെയാണ്? ചിറക്കൽ കോവിലകം, കൊടുങ്ങല്ലൂർ കോവിലകം, കൊച്ചിൻ കോവിലകം എന്നിവരാണ് പാലിയം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച രാജവംശങ്ങൾ. നേതൃത്വം നൽകിയ വനിതകൾ ചിറക്കൽ കോവിലകത്തെ രമാ തമ്പുരാട്ടി, ആര്യവള്ളം എന്നിവരാണ് പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വനിതകൾ. അതിനോടനുബന്ധിച്ച് സൗഹൃദജാഥ നയിച്ചത് കെ കൗസല്യാണ്. എന്നാൽ പാലിയം സത്യാഗ്രഹം അവസാനിച്ചത് കൊച്ചിയിലെ ക്ഷേത്ര പ്രവേശന വിളംബരത്തോടു കൂടിയാണ് പാലിയം സത്യാഗ്രഹം അവസാനിച്ചത്. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന പ്രക്ഷോഭം ഏത്? സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന പ്രക്ഷോഭം, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ തോന്നുന്നു അല്ലേ? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഗുരുവായൂർ സത്യാഗ്രഹം, ഓപ്ഷൻ ബി പാലിയം സത്യാഗ്രഹം, ഓപ്ഷൻ സി വൈക്കം സത്യാഗ്രഹം, ഓപ്ഷൻ ഡി കുട്ടംകുളം സമരം. നമുക്കറിയാം 1947 നടന്ന പാലിയം സത്യാഗ്രഹമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ നടന്ന പ്രക്ഷോഭം. അപ്പോൾ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി പാലിയം സത്യാഗ്രഹം. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം. ഐക്യ കേരള സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഐക്യ കേരള സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ കെ കേളപ്പൻ, ഓപ്ഷൻ ബി KP കേശവമേനോൻ, ഓപ്ഷൻ സി ഇ മൊയ്തു മൗലവി, ഓപ്ഷൻ ഡി KCS മണി. അപ്പോൾ ഐക്യ കേരള പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഈ 4 പേരും ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരാണ്. അതിൽ നമുക്ക് ഓപ്ഷൻ, നമ്മുടെ ചോദ്യം എന്താണ്? ഐക്യ കേരള സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണെന്നാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ കെ കേളപ്പൻ. ഇനി ഓപ്ഷൻ ബി നോക്കിക്കേ, KP കേശവമേനോൻ. ഉപസമിതിയുടെ യോഗത്തിന് അധ്യക്ഷത വഹിച്ചതാണ് KP കേശവമേനോൻ. ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ ഉപസമിതി യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? KP കേശവമേനോനാണ്. ഐക്യ കേരളം എത്രയും വേഗത്തിൽ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്? ഇ മൊയ്തു മൗലവി. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം. കേരളത്തിൽ നടന്ന ഇന്ത്യയുടെ പ്രധാന സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭമായി കണക്കാക്കപ്പെടുന്നത് ഏത് പ്രക്ഷോഭമാണ്? കേരളത്തിൽ നടന്ന ഇന്ത്യയുടെ പ്രധാന സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കടക്കൽ പ്രക്ഷോഭം, ഓപ്ഷൻ ബി കുട്ടംകുളം സമരം, ഓപ്ഷൻ സി MSP സമരം, ഓപ്ഷൻ ഡി തളിക്ഷേത്ര സമരം. അപ്പൊ കേരളത്തിൽ നടന്ന ഇന്ത്യയുടെ പ്രധാന സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭമായി ഏത് പ്രക്ഷോഭമാണ് അല്ലെങ്കിൽ ഏത് സമരമാണ് കണക്കാക്കപ്പെടുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ കടക്കൽ പ്രക്ഷോഭം. കേരളത്തിൽ നടന്ന ഇന്ത്യയുടെ പ്രധാന സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം ഏതാണ്? കടക്കൽ പ്രക്ഷോഭമാണ്. കടക്കൽ പ്രക്ഷോഭം നടന്നത് 1938 സെപ്റ്റംബറിലാണ്. കടക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഫ്രാങ്കോ രാഘവൻ പിള്ളയാണ്. കടക്കൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. അപ്പൊ കേരളത്തിൽ നടന്ന ഇന്ത്യയുടെ പ്രധാന സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭമായിട്ടാണ് കടക്കൽ പ്രക്ഷോഭത്തെ കാണുന്നത്. കടക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാഘവൻ പിള്ള. അതുകൊണ്ടാണത് ഫ്രാങ്കോ രാഘവൻ പിള്ള എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒൻപതാമത്തെ ചോദ്യം. ഒരണ സമരം നടന്ന വർഷം. ഒരണ സമരം നടന്ന വർഷം. ഒരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പൈസ. അതായത് പണ്ട് ബോട്ട് കൂലി 6 പൈസയായിരുന്നു. അത് EMS സർക്കാർ വന്നപ്പോൾ അത് 10 പൈസയെ വർദ്ധിപ്പിച്ചു. അപ്പൊ അതിനെതിരെ നടന്ന സമരമാണ് ഒരണ സമരം. അപ്പൊ അത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ആലപ്പുഴ, ഓപ്ഷൻ ബി കൊല്ലം, ഓപ്ഷൻ സി കാസർഗോഡ്, ഓപ്ഷൻ ഡി കോഴിക്കോട്. ഒരണ സമരം നടന്ന ജില്ല ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലാണ് ഒരണ സമരം നടന്നത്. എന്തായിരുന്നു ഒരണ എന്ന് പറഞ്ഞാൽ 6 പൈസയാണ്. പണ്ട് ബോട്ട് കൂലി എന്ന് പറയുന്നത് 6 പൈസയായിരുന്നു. അതെന്തായി? 10 പൈസയെ വർദ്ധിപ്പിച്ചു അല്ലെ? അപ്പൊ അത് വർദ്ധിപ്പിച്ചത് EMS സർക്കാരായിരുന്നു. അതിനെതിരെ നടന്ന സമരമാണ് ഒരണ സമരം എന്ന് പറയുന്നത്. നേതൃത്വം നൽകിയത് വയലാർ രവിയും AK ആന്റണിയുമാണ്. ഒരണ സമരം നയിച്ച വിദ്യാർത്ഥി സംഘടനയാണ് KSU. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം. മുത്തങ്ങ സമരം നടന്ന വർഷം ഏതാണ്? മുത്തങ്ങ സമരം നടന്ന വർഷം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 2003, ഓപ്ഷൻ ബി 2004, ഓപ്ഷൻ സി 1946, ഓപ്ഷൻ ഡി 2007. മുത്തങ്ങ സമരം ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് മുത്തങ്ങ സമരം. മുത്തങ്ങ സമരം എവിടെ നടന്നത്? വയനാട് ജില്ലയിലാണ് നടന്നത് അല്ലെ? നടന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 2003. 2003 മുത്തങ്ങ സമരം നടന്നത് വയനാട് ജില്ലയിലാണ്. ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് മുത്തങ്ങ സമരം. നേതൃത്വം നൽകിയത് CK ജാനുവാണ്.
ഓക്കെ, അപ്പം നമ്മൾ കേരളത്തിലെ മുന്നേറ്റങ്ങളിലെ അവസാന ഭാഗം 3 അവസാന ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? കൊച്ചി രാജപ്രജ മണ്ഡലത്തെ കുറിച്ച് പറഞ്ഞു. കയ്യൂർ സമരം ഏത് വർഷമായിരുന്നു? 1941 അല്ലെ. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം, അതുപോലെ കുറേ അധികം സമരങ്ങളെ കുറിച്ച് പറഞ്ഞു. അടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.